ശശിയേട്ടൻ, ആദരവ് വാങ്ങിയ വയ്യ റഹീം, സ്നേഹം നിറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് കടന്നു പോകുന്നത്. MBR വളരെ ചെറുപ്പത്തിൽ തന്നെ, നേരത്തെ എൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞതുപോലെ, തൻ്റെ പൊതുപ്രവർത്തനം വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. ഒരുപക്ഷെ ഏറ്റവും സാധാരണ കുടുംബത്തിൽ ജനിച്ച ഞാനൊരു പൊതുപ്രവർത്തകനാകാനുള്ള കാരണവും എൻ്റെ പിതാവ് വളരെ ചെറുപ്പത്തിലാണ് മരിച്ചത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. ഞങ്ങൾ 6 അംഗ കുടുംബത്തെ അന്ന് സംരക്ഷിക്കേണ്ട ചുമതല, ഒരുപക്ഷെ അന്ന് ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ, നല്ല സ്പോർട്സ്മാൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന എൻ്റെ ജ്യേഷ്ഠൻ ഈ സദസ്സിലുണ്ട്, പുന്നക്കൻ വീരാൻ, അതൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളെ വളർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും പൊതുരംഗവും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്പോർട്സും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് അന്നം തരുന്നതിന് വേണ്ടി ജോലിക്ക് പോയപ്പോൾ അദ്ദേഹത്തെയാണ് ഞാൻ മാതൃകയാക്കിയത്. അദ്ദേഹമാണ് എൻ്റെ ഗുരുവും എല്ലാം. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണി മാത്രമല്ല, ഒരുപക്ഷെ പൊതുരംഗത്ത് എന്നെ ആകർഷിച്ചതും ജ്യേഷ്ഠൻ മതിയാക്കി വെച്ച, അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കാത്ത പൊതുപ്രവർത്തനം തൻ്റെ മനസ്സിൽ വരികയും സ്പോർട്സിലൂടെ കലാരംഗത്തോടു കൂടിയാണ് ഞാൻ രംഗത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ. തീർച്ചയായും അന്നു മുതൽ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ, ഒരുപക്ഷെ മാടായി ഹൈസ്കൂളിലാണ് ഞാൻ സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തി. മാടായി എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും CPMൻ്റെ ഉരുക്കുകോട്ടെ അവിടെ ഒരിക്കലും KSUവിനോ കോൺഗ്രസിനോ ഒന്ന് ഉയർച്ചത്തിൽ ചിന്താവ് വിളിക്കാൻ പോലും പറ്റുന്ന ഒരു സ്ഥലമല്ല. അവിടെ KSUവിന് വേണ്ടി തല്ലുകൊള്ളുകയും വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ എന്നെ ആവേശഭരിതരാക്കിയ 2 നേതാക്കന്മാരാണ് കണ്ണൂരിലുണ്ടായത്. ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് NR, മറ്റൊന്ന് എൻ്റെ ഏറ്റവും വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന CPMൻ്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് MBR. ഈ 2 നേതാവും എൻ്റെ ഹൃദയത്തിൽ തറച്ച നേതാക്കന്മാരാണ്. എന്നെ ഏറ്റവും ആകർഷിച്ച MBRൻ്റെ പ്രസംഗം. അത് എവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും, അത് പിലാത്രയായാലും നെരുവമ്പരമായാലും ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് എവിടെ ആയാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോവാറുണ്ട്. വളരെ ദൂരെ നിന്ന് വളരെ രസകരമായ, എന്നാൽ വളരെ ഏറെ ആലോചിക്കേണ്ട പ്രസംഗമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഇത്ര ഒരു ശൈലിയുള്ള പ്രസംഗം വളരെ ഒച്ചത്തിൽ പറഞ്ഞു, വളരെ ഒച്ച കുറച്ച് പറഞ്ഞു, ചോദ്യം സ്വയം ചോദിച്ചു, ഉത്തരം സ്വയം പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള വളരെ രസകരമായ, ഒരുപക്ഷെ പഠിക്കാൻ, രാഷ്ട്രീയത്തിൽ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് MBRനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, പഠിച്ച് തുടങ്ങേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അന്ന് വളരെ ദൂരെ നിന്ന് MBRനെ കാണുക, ഏറ്റവും അടുത്ത് നിന്ന് NRനെയും, ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ 2 ഏറ്റവും വ്യത്യസ്ത മുഖങ്ങളുള്ള, എന്നാൽ 2 വ്യത്യസ്ത നാടിനെ സ്നേഹിച്ച 2 വ്യക്തിത്വങ്ങളായിരുന്നു MBRും NR. MBRനെ കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനും വിഷചികിത്സാ കേന്ദ്രം തുടങ്ങുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും തലയിൽ വരുന്ന കാര്യമല്ല. പാപ്പനശ്ശേരി പഞ്ചായത്തിൽ വിഷചികിത്സാ കേന്ദ്രം തുടങ്ങുക, അതോടനുബന്ധിച്ച് സ്നേക്ക് പാർക്ക് എന്ന് പറയുന്ന പറശ്ശിനിക്കടവിൽ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ടാക്കുക. നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഗസ്റ്റുകളുടെ പാമ്പുകളുടെ ലോകത്ത് MBR തുടക്കം കുറിച്ച സംഭവമാണ്. ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലേക്ക് ശ്രദ്ധ ചെലുത്തിയത് MBR ആണ്. MBR ആണ് AKG എന്ന് പറയുന്ന കണ്ണൂരിലെ ഏറ്റവും ശക്തമായ ഹോസ്പിറ്റലിലേക്ക് തുടക്കം കുറിച്ചത്. MBR ആണ്. MBRയുടെ തലയിൽ നിന്ന് വന്നതായിരുന്നു ഹോസ്പിറ്റൽ സിസ്റ്റം. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലും ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ള പാർട്ടി എന്ന് ചോദിച്ചാൽ അത് CPM ആണ്. അത് സംഭാവന നൽകിയത് MBR. MBR എന്ന് പറയുന്നത് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കാത്ത, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം,
എന്നെ ഏറ്റവും ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മാത്രം, അദ്ദേഹത്തിന്റെ തന്റെ ഇടം, അദ്ദേഹത്തിന്റെ ആർജവം. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയം പഠിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പഠിക്കുന്നവർക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ AKGയെ പോലെ തന്നെ തുല്യനായ ഒരു നേതാവായിരുന്നു KPR ഗോപാലൻ. ആ KPR ഗോപാലിനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിന്നീട് KPR ഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവെ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശക്തനായ ഒരു നേതാവായി പിന്നീട് CPM നിന്ന് പുറത്താക്കിയ KPR ഗോപാലിന് പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. പക്ഷേ MVR എന്ന് പറയുന്ന നേതാവിനെ CPM എന്ന് പുറത്താക്കിയപ്പോൾ ഏറ്റവും ഭയന്നത് CPM MVRനായിരുന്നു. അത് മരിക്കുന്നത് വരെ CPMന് പേടിയായിരുന്നു എന്നുള്ളതാണ് സത്യം. അവിടെയാണ് അദ്ദേഹത്തിന്റെ ആർജവും അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ അർപ്പണബോധവും പ്രവർത്തനവും നമ്മളെ മനസ്സിലാക്കുന്നത്. ഇത്രയും ശക്തമായ ഒരു പാർട്ടിയെ, CPMനെ, AKGക്ക് തുല്യനായ KPRനെ പാർട്ടിയിൽ പുറത്താക്കിയിട്ട് പോലും അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയെ നിഷ്ഫലമാക്കാൻ CPMന് സാധിച്ചപ്പോൾ, MVR എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ CPM എന്ന് പുറത്താക്കിയപ്പോൾ ഒരു വട്ടം CPM വിറച്ചുപോയി എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തെ അക്രമം കൊണ്ട് പൊഴുതുകയായിരുന്നു. ഒരുപാട് നേരത്തെ നാസർ പറഞ്ഞതുപോലെ നെരുവമ്പുറത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ തന്നെ കല്ലിന്റെ തുരുതുരയായിരുന്നു, ഒരുപാട് കല്ല് ഏറുകൊണ്ടതാണ്. അദ്ദേഹം അവിടെ നിന്ന് പ്രസംഗം നിർത്തി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, എൻ്റെ അനിയന്മാരെ, ഇതേ ചെയ്തിൽ അടുത്ത ആഴ്ച MVR ഇവിടെ പ്രസംഗിച്ചിരിക്കും എന്ന് പറഞ്ഞു പോയ MVR 5 ദിവസം കൊണ്ട് അതേ വേദിയിൽ പ്രസംഗിക്കുന്ന രംഗം നേരിട്ട് കാണാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അത്രയും തൻ്റെ ഇടം, ഞാൻ ഏതിനെയും നേരിടുവാനുള്ള, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും. അതിന് ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജനങ്ങളുടെ പിന്തുണ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും ഏത് പ്രവർത്തകനെയും വേണ്ടത് ജനങ്ങളുടെ പിന്തുണയാണ്. അതാണ് MVRന് ഉണ്ടായത്. അതുകൊണ്ടാണ് ഏറ്റവും ശക്തമായ പാർട്ടിയേക്ക് എതിരായി നിന്നിട്ടും അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. തീർച്ചയായും പ്രകാശ് എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും ആത്മസുഹൃത്ത്, അദ്ദേഹത്തിന്റെ MVRന്റെ മരണശേഷം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് ഈ പ്രകാശ് എന്ന് പറയുന്ന ആളാണ്. കഴിഞ്ഞ കൊല്ലവും അദ്ദേഹം മരിച്ചപ്പോൾ 2 അനുസ്മരണ യോഗമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്, ദുബായിലും ഷാർജയിലും. അതിനുശേഷം ഈ അദ്ദേഹത്തിന്റെ ചരമ വാർഷികത്തിൽ അദ്ദേഹം വീണ്ടും ഷാർജയിൽ അദ്ദേഹം അനുസ്മരണ യോഗം നടത്തി. MVRനെ ഇത്രയും സ്നേഹിക്കുന്ന, MVRനെ എത്രയും ഒരുപക്ഷെ ആരാധിക്കുന്നു എന്ന് നേരത്തെ ആഷിഖ് പറഞ്ഞതുപോലെ, ഫോട്ടോ വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടില്ലെങ്കിലും ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന, ഇത്രയും അതും ഒരു ആത്മാർത്ഥതയാണ് പ്രകാശിന്റെ. MVR അദ്ദേഹത്തോട് ചെയ്ത നന്മക്കുള്ള ആ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. അദ്ദേഹം എന്നോട് പലവട്ടം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്മരണ തീർച്ചയായും നിലനിർത്തണം. ഞാൻ പറഞ്ഞു, MVR എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നേതാവാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവാണ്. കണ്ണൂർ ജില്ലയിൽ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ 1-ാം നമ്പറിൽ MVR തന്നെ വരികയുള്ളൂ. കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കഥ പറയേണ്ട കാര്യമൊന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും CPM BJPക്കാരനും ലീഗുകാരനും കോൺഗ്രസ്സുകാരനും നന്മ ചെയ്തത് നന്മ തന്നെയാണ്. ആ നന്മയെ ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്നും ഓർത്തുകൊണ്ടിരിക്കും. MVR ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, കണ്ണൂരിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുപക്ഷെ നേരത്തെ സംഭാവന ചെയ്ത ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത സ്ഥലമാണ് ഈ പരിയാരം എന്ന് പറയുന്ന സ്ഥലം. മുമ്പത്തെ ഈ കണ്ണൂർക്കാരല്ലാത്തവർ ഒരുപക്ഷെ ഇപ്പം പരിയാരം കാണുന്ന പരിയാരമല്ല, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല, കുറുക്കന്മാർ പോലും പോകാത്ത ഒരു സ്ഥലം. ഇന്ന് അവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 10 ലക്ഷം രൂപ പോലും കിട്ടാത്ത തരത്തിലേക്ക് ആ കാടിനെ ഒരു പട്ടണമാക്കി മാറ്റാൻ, നേരത്തെ ശശിയേട്ടൻ പറഞ്ഞതുപോലെ, നമ്മളൊക്കെ മമ്മൂട്ടിയുടെ സിനിമയാണ് ദുബായിലെ വിമാനം ഇറക്കുന്ന ആ ഒരു വലിയ വ്യൂ ഉള്ള മനുഷ്യൻ ഈ പരിയാരത്തെ ഇത്ര മഹത്തരമാക്കിയ ഒരു മെഡിക്കൽ കോളേജ് അത് നശിപ്പിച്ചത് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും രണ്ടാളും മത്സരിച്ച് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അത് അങ്ങനെ നശിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പറയും. ഇത്രയും ആധുനിക രീതിയിലാണ് ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ അത്രയും അതിന്റെ സിസ്റ്റമാറ്റിക് ആ ഹോസ്പിറ്റൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന്റെ നിൽപ്പ്, കോളേജ്, ദന്തൽ കോളേജ്, അതിൻ്റെ അകത്തില്ലാത്ത ഒരു സംവിധാനവുമില്ല, അത്രയും കൃത്യമായി ഉണ്ടാക്കി. പക്ഷേ നമുക്ക് അന്ധമായ രാഷ്ട്രീയം തലയിൽ കയറിയതുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ. അത് മാറണം, തീർച്ചയായും മാറ്റണം. മാധ്യമ പ്രവർത്തകരും പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരൊക്കെ മാറ്റണം എന്ന് തന്നെയാണ് അഭിപ്രായമുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ പ്രവാസികളെ കുറിച്ചും അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്. അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായപ്പോൾ ദുബായ് സന്ദർശിച്ചപ്പോൾ അന്നും
പ്രകാശ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അവസരമുണ്ടാക്കിയപ്പോൾ അന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ പഴയകാലത്ത് MVR-നോടൊപ്പം നിന്ന ആളെന്ന നിലയിൽ വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം അന്നും നമ്മളെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിച്ചിരുന്നു. അദ്ദേഹം ഈ സ്വപ്നം കണ്ട ഒരു കാര്യമാണ് ഗൾഫുകാർക്ക് സഹകരണ മേഖലയിൽ ഒരു NRI ബാങ്ക് ഉണ്ടാവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. അദ്ദേഹം അതിനുള്ള